നമസ്കാരം. വിഷ്ണുവായ കുട്ടിച്ചാത്തൻ അനുഗ്രഹിക്കട്ടെ. വിഷ്ണുവായ സ്വാമിക്ക് കളം പൂജ നടത്തിയാലുള്ള ബലം എന്താണ്? ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. ചില സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു കുട്ടികൾ ആരും തന്നെ ചോദിക്കാത്തൊരു ചോദ്യമാണ്. നല്ല ചോദ്യമാണ് ചോദിച്ചത്, വന്നിരുന്നുണ്ട്. കൊള്ളാം. വിഷ്ണുവായ കുട്ടിച്ചാത്തന് കളം നടത്തിയാൽ ഇഷ്ടകാര്യങ്ങൾ എന്താണെങ്കിലും സാധിക്കും. സന്താന ഗുണത്തിന് വേണ്ടിയിട്ട് വളരെ ശ്രേഷ്ഠമാണ്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിജയിക്കാൻ വളരെ ശ്രേഷ്ഠമാണ്. ഏത് കാര്യവും, നടക്കാത്ത എന്ത് കാര്യങ്ങളുണ്ട് വിഷ്ണുവായ കുട്ടിച്ചാത്തന് കളം നേർന്നിട്ടുണ്ടോ ആ നടക്കാത്ത എന്ത് കാര്യവും സാധിച്ചു കിട്ടും എന്നാണ് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ പിതൃവംശത്തിൽപ്പെട്ടിട്ടുള്ളവരെ എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ടിട്ട് വളരെ ശ്രേഷ്ഠമായ ചോദ്യമാണ്. എന്തിഷ്ട കാര്യവും സാധിക്കും വിഷ്ണുവായ കുട്ടിച്ചാത്തൻ സാധിച്ചു തരും കളം നടത്തിയാൽ. ചേട്ടാ, ഇന്ന് പല കുടുംബജീവിതങ്ങളും ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ് കാണപ്പെടുന്നത്. എന്താണ് ചേട്ടാ അങ്ങനെ? പല ജീവിതങ്ങളിലും സംഭവിക്കുന്നത്, പല ആൾക്കാർ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചില ആൾക്കാർ സ്നേഹിക്കുന്നത് ശരീരത്തെയാണ്, ആത്മാവിനെയല്ല, ആ ഇഷ്ടത്തെയല്ല. ഈ പ്രണയം നഷ്ടപ്പെടുമ്പോഴാണ് കുടുംബജീവിതത്തിൽ വിള്ളലുകൾ വരുന്നത്, ദുരിതം വരണത്, വിഷമം വരണത്, കാര്യതടസ്സം വരണത്, സന്തോഷം പോകുന്നത്. പ്രണയം നല്ല വിധത്തിൽ എപ്പോഴും ഉണ്ടാവുകയാണ് എങ്കിൽ ഈ പറഞ്ഞ ഒരു നഷ്ടവും ഉണ്ടാകില്ല. അതാണ് സത്യം. അത് മനസ്സിലാക്കിയാൽ ഒരു കുഴപ്പമില്ല. നമസ്കാരം. വിഷ്ണുവായ കുട്ടിച്ചാത്തൻ അനുഗ്രഹിക്കട്ടെ. ദുഃഖങ്ങളാണ്, അല്ലേ, ദുരിതങ്ങളാണ്, വിഷമിക്കുന്നുണ്ട് ജീവിതത്തിൽ. കുടുംബ ജീവിതത്തിലും പല തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ദുഃഖിക്കുകയാണ് നിങ്ങളെല്ലാവരും, അല്ലേ? ഈ ദുഃഖം മാറ്റാൻ ഒരു വഴിയുണ്ട്. സാക്ഷാൽ വിഷ്ണുവായ കുട്ടിച്ചാത്തനെ പ്രാർത്ഥിച്ചാൽ. ആ കരിങ്കുട്ടി തുടങ്ങി ചാത്തന്മാർ ഉള്ള ആ കൂട്ടത്തിലിരിക്കുന്ന വിഷ്ണുവായ കുട്ടിച്ചാത്തനുണ്ടല്ലോ, സകല ഐശ്വര്യങ്ങളെയും അഭിവൃദ്ധിയെയും തരും ഭഗവാനെ വിളിച്ചാൽ. ഒരു നാമം ഒന്ന് വിളിച്ച് കൂട്ടത്തിൽ ഇരുത്തിയാലുണ്ടല്ലോ, നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും ദോഷങ്ങളും മാറും. വിഷ്ണുവായ കുട്ടിച്ചാത്തൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും.